പ്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ മത്തായി ശ്ലീഹായിൽ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനം. സ്നാപക യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേട്ട് യേശുതമ്പുരാൻ വിജനപ്രദേശത്തേക്ക് വാങ്ങിപ്പോകുകയാണ്. കർത്താവ് ആ വിജനപ്രദേശത്താണ് എന്നറിഞ്ഞുകൊണ്ട് അനേകം ആളുകൾ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. കർത്താവ് അവരിൽ മനസ്സലിഞ്ഞ് അവരോട് കരുണ കാണിക്കുകയും അവരോട് സംസാരിക്കുകയും അവരിൽ രോഗികളായവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ഒരു വേദന നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെയാണ് സ്നാപക യോഹന്നാന്റെ മരണവാർത്ത കേട്ട് ഒരു വിജനപ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തെ തേടി വന്ന ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. കർത്താവ് അവരുടെ ഹൃദയത്തെ കണ്ടു, അവരുടെ ആവശ്യങ്ങളെ കണ്ട് അവരോട് സംസാരിക്കുകയും രോഗികളായവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് കരുണ വറ്റിപ്പോയ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയോടും കരുണ കാണിക്കാനായിട്ട് നമുക്കിടയാകണം. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു അപകടകരമായ വാർത്തകൾ അല്ലെങ്കിൽ സങ്കടകരമായ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ സാഡ് ഇമോജീസ് ഇട്ട് നമ്മുടെ സങ്കടം രേഖപ്പെടുത്തിയാൽ പോരാ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു പിടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. യേശുക്രിസ്തുവിന്റെ ഒരു മാതൃക, അതായത് പ്രവൃത്തിയിലേക്ക് നമ്മുടെ സ്നേഹം പ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടയാകണം. കർത്താവ് തന്റെ മുമ്പിൽ വന്ന ആളുകളോട് കരുണ കാണിക്കുകയും അവരിൽ അനുകമ്പ തോന്നുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. കർത്താവ് അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു എന്ന് പറയാം. നമുക്കും നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ വ്യക്തിയോടും ഇന്ന് കരുണ കാണിക്കാം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുവാൻ നമുക്കിടയാകട്ടെ. ആർക്കെങ്കിലും നമ്മുടെ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് അവർക്ക് ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.